വലിയ വീടും അതുപോലെയുള്ള സൗകര്യങ്ങളുമൊക്കെയാണ് മലയാളികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറെങ്കിലും ഇപ്പോൾ മാളവിക എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസറിൻ്റെ ഒരു കൊച്ചു വീടിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത്. 2 മുറിയും ചെറിയ ഹോളും അടുക്കളയുമുള്ള ചെറിയൊരു വീടാണ് പാലക്കാട് നല്ല മുറ്റത്തോടെ തന്നെ ഇപ്പോൾ പണിതിരിക്കുന്നത്. ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ട് പലരും എത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുന്നത്. അങ്ങനെയുള്ള പ്രേക്ഷകരാണ് ഇപ്പോൾ മാളവികയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത്. മാളു എന്ന സ്നേഹത്തോടെ പ്രേക്ഷകർ വിളിക്കുന്ന മാളവിക ഒരു നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതുപോലെ തന്നെ മാധ്യമത്തിൽ ഒരുപാട് തന്നെ സജീവമായിട്ടുള്ളൊരു താരവും കൂടിയാണ്. മീഡിയ വ്ളോഗുകളിലാണ് കൂടുതലും കാണാറുള്ളത്. ഇപ്പോൾ അത്ര സജീവമല്ലെന്ന് തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയാറുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുമുണ്ട്. ഒറ്റപ്പാലത്ത് പുതുതായി പണിത 2 BHK വീടിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോഴും ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറുതെങ്കിലും വളരെ മനോഹരമായ വീടെന്ന് പലരും കമന്റ് ചെയ്യുന്നു. മികച്ച കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ ടൂർ വളരെ പെട്ടെന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടിയും എതിർക്കുകയാണല്ലോ എന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നത്. എന്തുകൊണ്ട് 2 BHK വീടാക്കി എന്നതും അതുപോലെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയും വരുന്നല്ല അസൗകര്യം ഉണ്ടാവില്ല എന്നായിരുന്നു പലരും ചോദിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു വീട്ടിൽ പ്ലാൻ ഇല്ലായിരുന്നു, അത് സത്യമാണ്. ഒറ്റപ്പാലത്ത് വീട് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സാധിച്ചില്ല. അന്നത്തെ മാനസിക നിലയോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസോ ഒന്നും തന്നെ അതിവിടേക്ക് എത്തിക്കുമായിരുന്നില്ല. ഇപ്പോഴും പടിപടിയായി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കാണുന്നത്. ഇപ്പോൾ എല്ലാം ഒത്തുവന്നപ്പോൾ ചെറിയൊരു വീട് വെച്ചു എന്നതാണ് സത്യമെന്ന് മാളവിക പറയുന്നു. അതിന് വലിയ പ്ലാനിങ് വേണമെന്നും നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചിട്ടപ്പെടുത്തിയാണ് കൊടുത്തത്, അതിലും ഗംഭീരമാക്കി അവർ ചെയ്തു തന്നു. ഇവിടെ ഞങ്ങൾ അങ്ങനെ സ്ഥിരം താമസമാക്കുന്നില്ല, എപ്പോഴെങ്കിലും വരുമ്പോൾ നിൽക്കാൻ കണക്കായി പണിതതാണ്. പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് മാളവിക പറയുന്നുണ്ട്. പിന്നെ വന്നൊരു കമൻറ്റും ചോദ്യവുമായിരുന്നു എത്രയാണ് വീടിന് ചെലവായത് എന്ന്. ഒരു 30-35 ലക്ഷം രൂപയ്ക്കുള്ള പൂർത്തിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ വീടിൻ്റെ ബേസ്മെൻറ്റ് തന്നെ 10 ലക്ഷം പോയി എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ എന്നാലും 35 ലക്ഷം ആയുള്ളൂ എന്നത് മാത്രമല്ല ആശ്വാസം. വീട് മൊത്തം ഇൻറ്റീരിയർ ഫർണിച്ചറും വീട്ടു സാധനങ്ങളും എല്ലാം അടക്കം 45 തൊട്ട് 50 ലക്ഷത്തിനുള്ളിൽ പണി പൂർത്തിയായി എന്നാണ് മാളവിക പറയുന്നത്. ഇത്തരത്തിൽ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ മാളവിക വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇത് അറിഞ്ഞു തന്നെയാണെന്ന്. ആരാധകരും ഇതുപോലെ തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകരും ഇത് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് പറയുന്നതെന്നും താരത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.